കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്നാണ് ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ പറയുന്നത്. ഇത് പൊതുസമൂഹത്തോട് ചെയ്യുന്ന വഞ്ചനയാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. പ്രഖ്യാപന ദിവസമായ ഇന്ന് വഞ്ചനാ ദിനമായി ആചരിക്കുമെന്നും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിക്കുമെന്നും ഗീതാനന്ദൻ മീഡിയ വണിനോട് പറഞ്ഞു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. നാളെ നവംബർ 1 തിരുവനന്തപുരം കേന്ദ്രമാക്കി സംസ്ഥാന ഗവൺമെൻറ് അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനം നടത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രമുഖ സിനിമാ നടന്മാരുൾപ്പെടെ അവർ രംഗത്ത് അണിനിരത്തുന്നത്. അതേസമയം വ്യാപകമായ പ്രതിഷേധം ഇതിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. നാനാതുറയുള്ള ആളുകൾ, ആദിവാസി സംഘടനകൾ, ദളിത് സംഘടനകൾ, ആശാവർക്കർമാർ, എല്ലാറ്റിനും ഉപരിയായി സാമ്പത്തിക വിദഗ്ധരും ഇത് വളരെ അശാസ്ത്രീയവും വഞ്ചനാപരവുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ദളിതാദിവാസി സംഘടനകൾ നാളെ സംസ്ഥാന വ്യാപകമായി ഒരു വഞ്ചനാ ദിനം ആചരിക്കുകയാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉൾപ്പെടെ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടി ആരംഭിക്കും. നാളെ ഇതൊരു സൂചനയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിലും പ്രതിഷേധം ഉണ്ടാകും. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് ഇത് എന്നാണ് പൊതുജനങ്ങൾ കരുതുന്നത്, പ്രത്യേകിച്ചും ദളിതാദിവാസി വിഭാഗങ്ങൾ. അതിദരിദ്രരായി ഗവൺമെന്റ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 64,000 കുടുംബങ്ങളെയാണ്. ഈ ഡാറ്റ ഇവരെങ്ങനെ ശേഖരിച്ചു? എന്താണ് ഇതിന്റെ മാനദണ്ഡം? ശാസ്ത്രീയമായ എന്തെങ്കിലും സർവേ തുടങ്ങിയവ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചതിന് ഇതൊരു ഉത്തരം വന്നിട്ടില്ല. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുള്ള, വിശേഷിച്ചും ആദിവാസികൾ കൂടുതലുള്ള വയനാടിൽ 2,900 പേർ മാത്രമേ അവർ ലിസ്റ്റ് ചെയ്തതിലുള്ളൂ. ഫൈസൽ നെടുമ്പാല വയനാട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഫൈസൽ, ഗുഡ് മോർണിംഗ്. കേരളപ്പിറവി ആശംസകൾ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇന്നിപ്പോൾ കേരളപ്പിറവിയിൽ ചർച്ചയാകുന്നത് അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനം തന്നെയാണ്. ഈ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ശ്രദ്ധ എത്തിച്ചേരുന്നത് ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്തരം ഒരു പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അവിടെയെല്ലാം ഭദ്രമാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പോൾ എം ഗീതാനന്ദൻ പറഞ്ഞത് വെച്ചിട്ട് ഇതൊരു വഞ്ചനാ ദിനമായി ആചരിക്കുന്നു. അതായത് അവർക്ക് ഒട്ടും തൃപ്തിയില്ലാത്തൊരു കാര്യം, അത് സംഘടനയുടെ ബലത്തിൽ കൂടെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ഒരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പൊതുവെ ആദിവാസി സംഘടനകളുടെ ഒരു പ്രതികരണം എന്താണ്? എന്തൊക്കെ വിവരങ്ങൾ? ജിൽസി, നൗഫൽ, ഗുഡ് മോർണിംഗ്. കേരളപ്പിറവി ആശംസകൾ. നമുക്കറിയാം, കേരളം ഇന്ന് വലിയൊരു പ്രഖ്യാപനത്തിലേക്ക് കടക്കുകയാണ്. ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ള കാര്യം ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ ഉയരുകയാണ്. പ്രത്യേകിച്ച് വയനാട് പോലെ ഒരു പ്രദേശത്ത് ആദിവാസികൾ കൂടുതലായി വസിക്കുന്ന ഒരു മേഖലയാണ് വയനാട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗീതാനന്ദൻ തന്നെ പറയുന്ന കേവലം 2,900 ആളുകളിലേക്ക് മാത്രമാണ് ഈ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർവേ എത്തിയിട്ടുള്ളത്. ബാക്കി ഒരുപാട് ആളുകളാണ് ഇത്തരത്തിൽ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ, നമുക്കറിയാം വയനാട് ജില്ലയുടെ ഏത് ഭാഗം എടുത്താലും ആദിവാസി ദളിത് സമൂഹങ്ങൾ കൂടുതലായി വസിക്കുന്ന മേഖലകൾ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരു സമൂഹം ജീവിക്കുന്ന ഇടയിൽ ഇത്ര കേവലം എണ്ണത്തിൽ മാത്രം ഒതുക്കിക്കൊണ്ടാണ് ഈ ഒരു സർവേ നടത്തിയതെന്നാണ് എം ഗീതാനന്ദൻ പറഞ്ഞത്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് കേരളപ്പിറവി ദിനമാണ്, ഇന്ന് ഞങ്ങൾ വഞ്ചനാ ദിനമായി ആചരിക്കുകയാണ്. സർക്കാർ പറയുന്നത് ഒരു പെരും നുണയാണ്. ഇത് ജനങ്ങളെ, പൊതുസമൂഹത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ള കൃത്യമായിക്കൊണ്ടുള്ള ഒരു വിമർശനം തന്നെയാണ് ഗീതാനന്ദൻ ഇതുമായി പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ നമ്മുടെ സ്റ്റോറികളിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ആദിവാസി ഉന്നതികളിലൊക്കെ പോകുമ്പോൾ അവരനുഭവിക്കുന്ന ദുരിതം എന്ന് പറയുന്നത് വിവരണാതീതമാണ്. നമുക്ക് ഒരിക്കലും മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാൻ കഴിയില്ല ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ ആദിവാസി സമൂഹം ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും നമുക്ക് അത്തരത്തിൽ നമ്മൾ നോക്കി നിന്ന് പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സ്റ്റോറികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ നേരിട്ട് ബോധ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഗീതാനന്ദൻ പറഞ്ഞിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും തന്നെയാണ് ഇപ്പോഴും ഈ ആദിവാസി ഗോത്ര സമൂഹങ്ങൾ നിലനിൽക്കുന്നത്. അതുമാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആദിവാസി ദളിത് സംഘടനകളുടെ ഒക്കെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി കൊണ്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നുള്ളതാണ് ഗീതാനന്ദൻ പറയുന്നത്. സെക്രട്ടേറിയറ്റ് പടിക്കലും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. സർക്കാർ ഇതൊരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ്. അതായത് തിരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, അതിന്റെ ഒരു ഭാഗമായിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം എന്നുള്ളതാണ് ഗീതാനന്ദൻ പറയുന്നത്.